തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ പാലക്കാട് BJP പ്രവർത്തകരുടെ വിജയാഘോഷത്തിൽ പങ്കെടുത്തതിൽ വിശദീകരണവുമായി CPIM സ്ഥാനാർത്ഥി അഞ്ജു സന്ദീപ്. പാർട്ടി നോക്കിയല്ല ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്. വ്യക്തിപരമായ ബന്ധങ്ങൾ കൊണ്ടാണ് BJP പ്രവർത്തകർക്കൊപ്പം നൃത്തം ചെയ്തത്. മരിക്കുന്നതുവരെ സഖാവായിരിക്കുമെന്നും അഞ്ജു സന്ദീപ് പറഞ്ഞു. എൻ്റെ സുഹൃത്തായ സ്നേഹ രാമകൃഷ്ണൻ്റെ BJPയിൽ അവർ 6ാം വാർഡിലാണ്, കാരാവശ്ശി 6ാം വാർഡിലാണ് ജയിച്ചു നിന്നിരുന്നത്. അതുകൊണ്ട് ഞാൻ ആ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയതാണ്. അല്ലാതെ ഞാൻ എൻ്റെ പാർട്ടിയെ ഒഴിവാക്കിയിട്ടോ പാർട്ടിയിൽ നിന്ന് ഒഴിവായി പോയതോ അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്തായാലും ഈ കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് തന്നെ ഇവിടെ നിൽക്കുന്നത്. അതേപോലെ തന്നെയാണ് അവിടെ നിന്നും ഇറങ്ങി വന്നിട്ടുള്ളത്. അത് ആ ചേച്ചിയുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പോയി എന്നുള്ളത് സംഭവം ശരിയാണ്. ഐഷത്തുൽ ഷംന വിവരങ്ങളും ചെയ്യുന്നു. ഷംന, സൗഹൃദം, പാർട്ടി മാറിയുള്ള ആഹ്ലാദം, അത് ഒരു ദിവസം തോറ്റ ദിവസമാണ്. അപ്പോൾ തോറ്റ ദിവസം BJPയുടെ ആഘോഷത്തിൽ പോയി പങ്കെടുത്തതിന് മരിക്കുന്നത് വരെ സഖാവായിരിക്കും എന്നൊക്കെയുള്ള വലിയ വാക്കുകളൊക്കെ പറയണോ ഷംന? ഹാഷ്മി, അതാണ് മണ്ണാർക്കാട് നഗരസഭയെ സംബന്ധിച്ച് LDFന് വലിയ തിരിച്ചടി നേരിടേണ്ടി വന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു കഴിഞ്ഞു പോയത്. 17 സീറ്റ് നേടി UDF അവരുടെ ആധിപത്യം, ഭരണ തുടർച്ച അത് ഉറപ്പിച്ചപ്പോൾ LDF നേടിയത് വെറും 4 സീറ്റുകളാണ്. അതും ഈ പാർട്ടി ചിഹ്നത്തിൽ തന്നെ, അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ തന്നെയാണ് അഞ്ജു സന്ദീപ് മത്സരിച്ചിരുന്നത്. ആ തോൽവിക്ക് പിന്നാലെ അതേ ദിവസം തന്നെയാണ് കാരകുറിശി പഞ്ചായത്തിലെ 6ാം വാർഡ് സ്ഥാനാർത്ഥിയായ BJPയുടെ സ്ഥാനാർത്ഥിയായ സ്നേഹ രാമകൃഷ്ണന് വേണ്ടി അവരുടെ വിജയാഹ്ലാദത്തിൽ പങ്കെടുക്കാൻ അഞ്ജു എത്തിയത്. ഇതിന്റെ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു. അതായത് ഈ CPMന്റെ സ്ഥാനാർത്ഥി, LDFന്റെ സ്ഥാനാർത്ഥി അത് തോറ്റതിന് പിന്നാലെ നേരെ എത്തുന്നത് BJPയുടെ വിജയാഹ്ലാദ പരിപാടിയിലാണ്. അവിടെ വെച്ച് നൃത്തം ചെയ്യുന്നു. ഈ ഒരു ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചതിന് പിന്നാലെയാണ് ഇപ്പോൾ അഞ്ജു അതിലൊരു വിശദീകരണം നൽകുന്നത്. അതായത് ഇത്രയും വലിയൊരു വിവാദമാവുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ ഒരിക്കലും തന്റെ പാർട്ടി വിട്ടുപോയതോ അല്ലെങ്കിൽ തോൽവിക്ക് പിന്നാലെ പാർട്ടി മാറലോ അങ്ങനെ ഒന്നും ആയിരുന്നില്ല. ഈ BJPയുടെ സ്ഥാനാർത്ഥി സ്നേഹ വളരെ അടുത്ത സുഹൃത്താണ്. വ്യക്തിപരമായ ബന്ധം കൊണ്ട് മാത്രമാണ് അന്ന് ആ വിജയാഹ്ലാദ പരിപാടിയിൽ പോയത്. താനും തോറ്റു, തന്റെ പാർട്ടിയും തോറ്റു, വലിയ തിരിച്ചടി ഉണ്ടായി. എന്നിട്ടും എതിർ പാർട്ടിയുടെ വിജയാഹ്ലാദത്തിൽ പോയി ആഘോഷിക്കാനുള്ള ഹൃദയവിശാലത അത് ഗംഭീരമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.